ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ആഗസ്റ്റ് 14 വിശുദ്ധ മാക്സിമില്യൻ കോൾബയുടെ തിരുനാൾ. 1894 ജനുവരി 17 പോളണ്ടിൽ കോൾബെ ജനിച്ചു. കോൾബയ്ക്ക് 12 വയസ്സുള്ളപ്പോൾ ദൈവ മാതാവിൻ്റെ ദർശനമുണ്ടായി. വെളുത്തതും ചുവന്നതുമായ 2 കിരീടങ്ങൾ കാണിച്ചുകൊണ്ട് ഏതാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് മാതാവ് ചോദിച്ചു. വെളുത്ത കിരീടം അദ്ദേഹം ശുദ്ധത കാത്തു സൂക്ഷിക്കണമെന്നതിനെയും ചുവന്ന കിരീടം രക്തസാക്ഷിത്വം വരിക്കണം എന്നതിനെയും സൂചിപ്പിച്ചു. കോൾബെ 2 കിരീടങ്ങളും സ്വീകരിച്ചു. കോൾബ ഫ്രാൻസിസ്കൻ കോൺവെന്ച്വൽ സമൂഹത്തിൽ ചേർന്നു. 1918 റോമിൽ വച്ച് വൈദിക പട്ടം സ്വീകരിച്ചു. അമലോൽഫ മാതാവിനോടുള്ള സ്നേഹത്താൽ മരിയൻ സേന എന്ന സംഘടന സ്ഥാപിക്കുകയും സ്വന്തം നാട്ടിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയും ചെയ്തു. പോളണ്ടിലേക്ക് പോകും വഴി ജപ്പാനിലുള്ള അദ്ദേഹത്തിൻ്റെ മിഷൻ പ്രവർത്തനം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഫലമേൽപ്പിച്ചു. പോളണ്ടിലേക്ക് പോകും വഴി 1932 ജൂൺ മാസം അദ്ദേഹം എറണാകുളത്തും ആലുവയിലും എത്തുകയും താമസിയാതെ മടങ്ങുകയും ചെയ്തു. പോളണ്ടിൽ തിരിച്ചെത്തിയ അദ്ദേഹത്തെ 2ാം ലോക മഹായുദ്ധകാലത്ത് നാസി പടയാളികൾ പിടികൂടുകയും ഔഷ്വിറ്റ്സ് എന്ന തടങ്കൽ പാളയത്തിൽ അടയ്ക്കുകയും ചെയ്തു. 1941 ജൂലൈ അവസാനം ഈ തടങ്കൽ പാളയത്തിൽ നിന്നും 3 തടവുകാർ രക്ഷപ്പെട്ടതിൽ ക്ഷുഭിതരായ നാസി പട്ടാള മേധാവികൾ 10 തടവുകാരെ പട്ടിണി കിടന്നുള്ള മരണശിക്ഷയ്ക്ക് വിധിച്ചു. അതിൽ ഒരാളായിരുന്ന ഫ്രാൻസിസ് പെക്ക് ഗജോവ്നിസെക്ക് അനാഥരായി തീരാൻ പോകുന്ന തൻ്റെ ഭാര്യയെയും മക്കളെയും ഓർത്ത് വാവിട്ട് നിലവിളിച്ചു. ഇത് കണ്ടുനിന്ന ഫാദർ കോൾബെ അയാൾക്ക് പകരം മരണം വരിക്കാൻ തയ്യാറായി. മറ്റ് തടവുകാർക്ക് ഒപ്പം കോൾബയും കഴിഞ്ഞപ്പോഴും പരിശുദ്ധ കന്യകാമറിയത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആഹാരവും ജലവും ലഭിക്കാതെ 2 ആഴ്ച കഴിഞ്ഞിട്ടും മരിക്കാതിരുന്ന ഫാദർ കോൾബയെ 1941 ആഗസ്റ്റ് 14 വിഷം കുത്തിവച്ചു കൊന്നു. 1992 ഒക്ടോബർ 10 ജോൺ പോൾ 2 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനെന്ന് പ്രഖ്യാപിച്ചു. വിശുദ്ധ മാക്സിമില്യൻ കോൾബെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്ക് വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച്
കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.